ഓരോ ആളുകളും നിത്യേന ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കണക്ക് പറഞ്ഞാൽ ഏവരും ഞെട്ടും. പക്ഷേ ഇതൊന്നും നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് തന്നെ കൂടുതൽ കാലം വിദേശത്തെ ഇങ്ങനെ എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നതായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ ഫലം കാണുകയാണ്. അതായത് ആഭ്യന്തരമായ എണ്ണ ഉൽപ്പാദന സാഹചര്യം ഇവിടെ തന്നെ പരിശോധിക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി കഴിഞ്ഞു. കേരളത്തിൽ കൊല്ലം തീരത്തുൾപ്പെടെ എണ്ണ പര്യവേഷണം നടന്നു വരികയാണ്. ഇതിനിടെയാണ് ഉത്തർപ്രദേശിൽ നിന്ന് എണ്ണ ശേഖരം കണ്ടെത്തിയെന്ന വാർത്ത പുറത്തു വരുന്നത്. ഉത്തർപ്രദേശിലെ ബല്ലിയ ജില്ലയിലെ സാഗർപാലി ഗ്രാമത്തിലാണ് ക്രൂഡ് ഓയിൽ നിക്ഷേപമുണ്ടെന്നിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പൊതുമേഖലാ കമ്പനിയായ ONGC ആണ് ആ പര്യവേക്ഷണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. എത്രത്തോളം എണ്ണയുണ്ട്, ഖനനത്തിൻ്റെ സാധ്യതകൾ എന്നിവയാണ് കമ്പനി ആദ്യം പരിശോധിച്ചു വരുന്നത്. ഇതിൻ്റെ കൃത്യമായ അളവ് കൂടി ലഭിച്ചാൽ ഖനനം ലാഭകരമാകുമോ എന്ന് പറയാൻ സാധിക്കും. ബല്ലിയയിലെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ചിറ്റു പാണ്ഡെ. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണിപ്പോൾ ക്രൂഡ് ഓയിൽ നിക്ഷേപമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഗംഗാ നദീ തീരത്തോട് ചേർന്ന് 3 മാസമായി നടത്തി വന്ന സർവേയിലാണ് എണ്ണ ഉണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുന്നത്. ഇനി എത്ര അളവിലുണ്ടെന്ന് വ്യക്തമാകണം. ഭൂമിക്കടിയിൽ 3000 മീറ്റർ താഴെയാണ് എണ്ണ ഉള്ളത്. പാണ്ഡെയുടെ കുടുംബത്തിൽ നിന്ന് 6.5 ഏക്കർ സ്ഥലം 3 വർഷത്തേക്ക് ഇതിനായി ONGC പാട്ടത്തിന് എടുത്തു കഴിഞ്ഞു. ഓരോ വർഷവും 10 ലക്ഷം രൂപ വീതം നൽകാമെന്ന ഉറപ്പന്മേലാണ് ഈ പാട്ടം. എണ്ണ ഉണ്ടെന്ന് ONGC സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3001 മീറ്ററിൽ കുഴിച്ചെടുത്ത് പരിശോധന നടത്തിയാണ് തുടർ നടപടികൾ ഇനി തീരുമാനിക്കാൻ പോകുന്നത്. ഓരോ ദിവസവും 25,000 ലിറ്റർ വെള്ളമാണ് കുടിച്ചെടുക്കൽ വേഗത്തിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. UP-യിൽ കണ്ടെത്തിയ പോലെ ഗംഗാനദി തീരത്ത് പലയിടത്തും എണ്ണയുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. പുതിയ കണ്ടെത്തൽ മേഖലയിലെ കർഷകർക്ക് നേട്ടമാകുമോ തിരിച്ചടിയാകുമോ എന്ന് ഇനി അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് രാജ്യം. ചിറ്റു പാണ്ഡെയുടെ അനന്തരവൻ നീൽ പാണ്ഡെയുമായിട്ടാണ് ONGC നിലവിൽ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. 10 ലക്ഷം രൂപ പ്രതിവർഷം കിട്ടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. 1 വർഷത്തേക്ക് കൂടി ONGC കരാർ നീട്ടിയേക്കുമെന്നും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എണ്ണ ഖനനത്തിനുള്ള സാധ്യത ഉറപ്പിച്ചാൽ സമീപ പ്രദേശങ്ങളും ONGC അങ്ങേറ്റെടുക്കും. ഉയർന്ന വില നൽകിയാകും ഏറ്റെടുക്കലെന്നാണ് ഒരു വിഭാഗം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കൃഷിഭൂമി നഷ്ടമാകുമോ എന്ന ആശങ്ക ഉള്ളവരും ഉണ്ട്. എന്തു പറഞ്ഞാലും കൃഷിഭൂമിയെക്കാളും ഒക്കെ ഈ രാജ്യത്തിനാവശ്യമുള്ള മറ്റൊരു സാധനമാണ് ഇന്ധനം എന്ന് പറയുന്നത്. 300 കിലോമീറ്റർ ചുറ്റളവിലാകും എണ്ണയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കേണ്ടി വരിക. പ്രയാഗ്രാജിലെ ഫമമാവു മുതൽ ബല്ലിയയിലെ സാഗർപാലി ഗ്രാമം വരെയാകും ഇങ്ങനെ 300 കിലോമീറ്റർ ചുറ്റളവിൽ ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഇന്ത്യയിൽ 587 ദശലക്ഷം മെട്രിക് ടൺ എണ്ണയുണ്ട് എന്നാണ് കരുതുന്നത്. പടിഞ്ഞാറൻ തീരമേഖലയിലാണ് കൂടുതലായും ഉള്ളത്. ഇങ്ങനെയൊക്കെ ഇന്ധന സമ്പത്തുള്ള ഒരു രാജ്യം നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കോടിക്കണക്കിന് രൂപ മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനം തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അസമിലും ഗുജറാത്തിലുമാണ് ബാക്കിയായി എണ്ണയുള്ളത്. കൂടാതെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ മറ്റു പല മേഖലകളിലും എണ്ണ ശേഖരമുണ്ട് എന്ന സംശയവും ബാക്കി നിൽക്കുകയാണ്. UP-യിൽ എണ്ണ ഖനനം സാധ്യമായാൽ മേഖല മറ്റൊരു സൗദി അറേബ്യയായി മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു സ്ഥലത്ത്, അതായത് UP-യിൽ എണ്ണ കണ്ടെത്തിയാൽ പിന്നീട് ഇന്ത്യയിൽ എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ നിന്ന് എണ്ണ കുഴിച്ചെടുക്കാനുള്ള, ഇന്ധനം കുഴിച്ചെടുക്കാനുള്ള ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യ രാജ്യം മാറും എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ലഭിക്കുന്നത്.